ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫെഡറൽ ബാങ്ക് ഈയിടെ NRI കസ്റ്റമേഴ്സിനായിട്ട് അവതരിപ്പിച്ച പ്രോസ്പെറ എന്ന പുതിയ സേവിങ്സ് അക്കൗണ്ട് സ്കീമിനെ കുറിച്ചിട്ടാണ്. സോ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഓടിച്ച് നോക്കാം. സോ ഫസ്റ്റ് തന്നെ കോംപ്ലിമെൻ്ററി ആക്സസ് ടു എയർപോർട്ട് ലോഞ്ചസിൽ നമുക്ക് ആക്സസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ 60 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഈ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ലഭിക്കുന്നതാണ്. ഫണ്ട് ട്രാൻസ്ഫറിനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ചാർജസ് ഉണ്ടായിരിക്കില്ല. വെൽക്കം ബോണസായിട്ട് 500 റിവാർഡ് പോയിൻറ്റ്സ് ആണ് ബാങ്ക് ഈ ഒരു സ്കീം എടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്കീം ഹോൾഡറിൻ്റെ ബർത്ത്ഡേ മാസം നമ്മൾ എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും സാധാരണ കിട്ടുന്ന റിവാർഡ് പോയിൻറ്റ്സിൻ്റെ 2 ഇരട്ടി നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം നമുക്ക് ലഭിക്കുന്നതാണ്. ഡെബിറ്റ് കാർഡ് സ്പെൻഡിനൊക്കെ മൈൽ സ്റ്റോൺ റിവാർഡ്സ് വെച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണെന്നുള്ളത്. അതുപോലെ സ്റ്റാൻഡ് അലോൺ ഓർ കമ്പൈൻഡ് AMB ആണ് ഈ ഒരു സ്കീമിൽ നമുക്ക് വരുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. പിന്നെ ഇനാഗുറൽ ഓഫറായിട്ട് യാത്ര.com വഴിയുള്ള ബുക്കിംഗ്സിന് 24% ഓഫറും വരുന്നുണ്ട്. ഇതാണ് മൊത്തത്തിൽ ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് നോക്കാം. സോ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഫ്രീ ആണെന്നുള്ളതാണ്. പക്ഷേ അത് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഈ ഒരു ഫ്രീ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. സോ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി ഇൻഷുറൻസ് കവറേജ് വർത്ത് 60 lakhs ആണ്. അതായത് ഈ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് 60 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കുന്നതാണ്. അതിനെ അവർ ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 60 ലക്ഷത്തിന് 50, 10 എന്നായിട്ട് ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് എയർ ആക്സിഡൻ്റ് ആണ് നടക്കുന്നതെങ്കിൽ 50 ലക്ഷം രൂപയും, നോർമൽ ഒരു ആക്സിഡൻറ്റ് ഡെത്തോ അല്ലെങ്കിൽ ടോട്ടൽ പെർമനൻറ്റ് ഡിസബിലിറ്റിയോ നടക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപയുമാണ് ഈ ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ഇതിൻ്റെ ആനുകൂല്യമായിട്ട് ലഭിക്കുന്നത്. അടുത്തത് എന്താണ്, 0 ചാർജസ് ഫോർ ഡൊമസ്റ്റിക് ഫണ്ട് ട്രാൻസ്ഫേഴ്സ് ആണ്. നെഫ്റ്റ്, RTGS, IMPS ട്രാൻസാക്ഷൻ ഒന്നും തന്നെ അത് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലും ഓഫ്ലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ചാർജസുകളും ഈ ഒരു സ്കീം ഹോൾഡർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി മറ്റൊരു അട്രാക്റ്റീവായിട്ട് പറയുന്നത് വെൽക്കം ബോണസ് ഓഫ് 500 റിവാർഡ് പോയിൻറ്റ്സ് ആണ്. സോ നമ്മളിതിന് മുന്നേ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫെഡറൽ റിവാർഡ് പോയിൻറ്റ്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. സോ ഈ ഒരു അക്കൗണ്ട് എടുക്കുന്ന അക്കൗണ്ട് ഹോൾഡർക്ക് ആദ്യത്തെ 1000 രൂപ മിനിമം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു 500 റിവാർഡ് പോയിൻറ്റ്സ് അഡീഷണൽ ആയിട്ട് അവരുടെ റിവാർഡ് പോയിൻറ്റിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. സോ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ആദ്യത്തെ 90 ദിവസത്തിനുള്ളിൽ നമ്മൾ മിനിമം ഒരു 1000 രൂപയുടെ പർച്ചേസ് ഡെബിറ്റ് കാർഡ് വഴി ചെയ്തിരിക്കണം. അപ്പോൾ മാത്രമാണ് ഈ ഒരു 500 റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ എന്നുള്ളതും ഓർത്തിരിക്കേണ്ടതാണ്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് 2x റിവാർഡ് പോയിൻറ്റ്സ് ഓൺ ബർത്ത്ഡേ മന്ത് ആണ്. അതായത് നമ്മളെ ജന്മമാസത്തിൽ നമ്മൾ നടത്തുന്ന POS അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഇരട്ടി റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും. അതായത് റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നതിന് ഒരു സ്ലാബ് ഉണ്ടല്ലേ, ഓരോ സ്കീമിനനുസരിച്ചും റിവാർഡ് പോയിൻറ്റ് സ്പെൻഡിനനുസരിച്ചാണ് നമുക്ക് റിവാർഡ് പോയിൻറ്റ് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു നോർമൽ സ്കീം എടുക്കുകയാണെങ്കിൽ ഓരോ 100 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴും ഒരു റിവാർഡ് പോയിൻ്റാണ് കിട്ടുക. ഇത് സ്കീമിനനുസരിച്ച് മാറും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് ഒരു റിവാർഡ് പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക നോർമലി. പക്ഷേ നമ്മുടെ ബർത്ത്ഡേ മാസം നമ്മൾ 100 രൂപയ്ക്ക് ഒരു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 2 റിവാർഡ് പോയിൻറ്റ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അതായത് 2x 2 ഇരട്ടി നമുക്ക് റിവാർഡ് പോയിൻ്റ് ആ മാസം കിട്ടുകയാണ്. അതും എബോവ് 2000 എന്നുള്ളൊരു ലിമിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. 2000-ന് മുകളിൽ സ്പെൻഡ് ചെയ്യുന്നതിനാണ് ഈ 2 ഇരട്ടി റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് കിട്ടുന്നത്. മാക്സിമം നമുക്ക് അങ്ങനെ ആ മാസം നമുക്ക് നേടാൻ പറ്റുന്ന റിവാർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് 1000 റിവാർഡ് പോയിൻറ്റ്സ് വരെയാണ്. ആ ഒരു ലിമിറ്റും അവിടെ വെച്ചിട്ടുണ്ട്. സോ അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് മൈൽ സ്റ്റോൺ റിവാർഡ് ഓൺ ഡെബിറ്റ് കാർഡ് സ്പെൻസ് ആണ്. അതായത് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് 6 മാസത്തിനുള്ളിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 2000 റിവാർഡ് പോയിൻറ്റ്സോ അല്ലെങ്കിൽ 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചറോ നമുക്ക് ലഭിക്കുന്നതാണ്. സോ ഇതാണ് അടുത്തൊരു മൈൽ സ്റ്റോൺ റിവാർഡായിട്ട് പറഞ്ഞിരിക്കുന്ന ഡെബിറ്റ് കാർഡ് സ്പെൻഡിൽ. ഇനി അടുത്ത് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് സ്റ്റാൻഡ് അലോൺ ഓർ കമ്പൈൻഡ് AMB ആണ്. അതായത് സാധാരണ നമുക്കറിയാം ഏതൊരു സ്കീം ഓപ്പൺ ചെയ്യുമ്പോഴും അതിനൊരു ആവറേജ് മന്ത്ലി ബാലൻസ് എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു മിനിമം എമൗണ്ട് നമ്മൾ എപ്പോഴും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇവിടെ ഈ ഒരു അക്കൗണ്ടിലേക്ക് വരുമ്പം NRI കസ്റ്റമേഴ്സിന് NRI അക്കൗണ്ടും ഉണ്ട്, അതുപോലെ NRO അക്കൗണ്ടും ഉണ്ട്. സോ ഇവിടെ ആവറേജ് മന്ത്ലി ബാലൻസ് നോക്കുമ്പോൾ ഒന്നുകിൽ NRIയിൽ മാത്രം നോക്കാം, അല്ലെങ്കിൽ NRIയും കൂടി കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് ആണ് കൂടി ഇവർ കണക്കാക്കുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു സ്കീം പ്രകാരം നമ്മൾ വെക്കേണ്ട ആവറേജ് മന്ത്ലി ബാലൻസ് എന്ന് പറയുന്നത് 25,000 രൂപയാണ്. അത് NRI അക്കൗണ്ടിൽ മാത്രമായിട്ട് വെക്കാം, അല്ലെങ്കിൽ NRI അക്കൗണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ആവറേജ് ബാലൻസ് നോക്കുമ്പോൾ 25,000-ന് മുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. സോ ഒരാൾക്ക് ഒന്നിലധികം NRO അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു NRO അക്കൗണ്ട് മാത്രമേ ഈ ഒരു സ്കീമിൽ ക്ലബ് ചെയ്തിട്ട് ആവറേജ് മന്ത്ലി ബാലൻസ് നോക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അടുത്തതായിട്ട് ഇവരുടെ ഇനാഗുറൽ ഓഫർ, ഈ ഒരു സ്കീം ഇപ്പോൾ ഈയിടെയാണ് ലോഞ്ച് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഇനാഗുറൽ ഓഫറായിട്ട് നമ്മൾ യാത്ര.com എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ബുക്കിംഗ്സിനും 24%
ഓഫേഴ്സ് വരുന്നുണ്ട്. പ്രധാനമായിട്ടും ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽ ബുക്കിംഗ്സ് ആണ് ഇവർ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അക്കൗണ്ടിൻ്റെ പ്രോസ്പെറ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെ വേണം ഈ ഒരു ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. സോ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് കസ്റ്റമറിന് ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇനി നമ്മൾ മെയിനായിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോകാം. എലിജിബിലിറ്റിയാണ് ആദ്യം നോക്കുന്നത്. ആർക്കൊക്കെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എല്ലാ NRI കസ്റ്റമേഴ്സിനും അതുപോലെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻസ് PIOസിനും OCIസിനും ഒക്കെ ഈ ഒരു NRI അക്കൗണ്ട്സ് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ആവറേജ് മന്ത്ലി ബാലൻസ് 25,000 രൂപയാണ് NRI പ്രോസ്പെറ സേവിങ്സ് അക്കൗണ്ടിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ആവറേജ് ബാലൻസ് വേണമെങ്കിൽ നമുക്ക് NRI NRO ക്ലബ്ബ് ചെയ്തിട്ടും നമുക്കിതിൻ്റെ ആവറേജ് ബാലൻസ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസിലേക്ക് പോകാം. പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു കാർഡിന് സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോസ്പെറ എന്ന് പറയുന്ന ഡെബിറ്റ് കാർഡാണ് വരുന്നത്. ഏറ്റവും വഴി നമുക്ക് 50,000 രൂപ വരെ വിഡ്രോ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ 3 ലക്ഷം രൂപ വരെയുള്ള ഡെയിലി കൊമേഴ്ഷ്യൽ ഓർ POS ട്രാൻസാക്ഷനും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂൻസ് ചാർജ് ഉണ്ട്. 499 രൂപയാണ് ഈ ഒരു ഡെബിറ്റ് കാർഡിൻ്റെ ഇഷ്യൂൻസ് ചാർജ് എന്ന് പറയുന്നത്. ഈ ഒരു ഡെബിറ്റ് കാർഡിന് ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറയുന്നത് 499 രൂപയാണ്. ഇനി മിനിമം 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ നിങ്ങൾ ഒരു വർഷം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് അവർ ഒഴിവാക്കി തരുന്നതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ 25,000 മുകളിൽ ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു AMC നമുക്ക് വേവ് ചെയ്ത് തരുന്നതാണ്. ഇനി മറ്റുള്ള ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ഫ്രീ ആയിട്ട് 40 ചെക്ക് ലീവ്സ് നമുക്ക് ഒരു വർഷം ലഭിക്കുന്നതാണ്. അതിന് മുകളിലുള്ള ചെക്ക് ലീവ്സിനെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചാർജസ് വരുന്നതുമാണ്. അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജൊക്കെ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും പ്രോസ്പെറ അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോസ്പെറ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.